ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈദൻ ഡയറീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. 2025 എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും ഇത്. ഞങ്ങൾ കൊച്ചിയിലോട്ട് താമസമാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ വീഡിയോ ഭയങ്കര ഡിലേ ആവുന്നത്. പിന്നെ ഇപ്പോൾ പഴയതുപോലെയല്ല, ഭയങ്കര ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൊച്ചിയിലോട്ട് വന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കൊറോണയ്ക്ക് മുൻപ് വരെ ഇക്ക ട്രിവാൻഡ്രത്തുള്ളൊരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനിയിലാണ് ഒരു 9 വർഷക്കാലം ജോലി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ വന്നപ്പോൾ ബിസിനസ്സൊക്കെ ഡള്ളായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കെ 2024 ജൂണിൽ ഇക്ക വീണ്ടും ട്രിവാൻഡ്രത്തുള്ള ആ ഒരു കമ്പനിയിൽ തന്നെ റീജോയിൻ ചെയ്തു. അപ്പോൾ ഡിസംബർ ആയപ്പോഴേക്ക് കൊച്ചിയിലോട്ട് ഇക്കാക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ നമുക്ക് കമ്പനി അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഇപ്പം സെറ്റിലായിരിക്കുന്നത്. മോളെ ഇവിടെ ഒരു സ്കൂളിൽ ചേർത്തു. ഇപ്പം 3-4 മാസത്തേക്കാണ് അവിടെ ചേർത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി ഹൈസ്കൂൾ കയറുകയാണ്. അപ്പോൾ വേറൊരു സ്കൂളിലോട്ട് മാറണം. പിന്നെ റെയ്സുവിനെയും ഇവിടെ ഒരു പ്ലേ ക്ലാസ്സിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നീ എങ്ങനെ ഈ പിള്ളേരെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കൂടി ചെയ്യും എന്നുള്ളതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് നേരത്തെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളേ അല്ല ഞാൻ. എൻ്റെ മുമ്പിൽ വരുന്ന എന്ത് ചലഞ്ചസ് ആണെങ്കിലും അത് അപ്പോൾ ഫേസ് ചെയ്യും എന്നുള്ളത്, അല്ലാതെ ടെൻഷൻ അടിക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ ഇക്ക എൻ്റെ അടുത്ത് ഫസ്റ്റ് ഇങ്ങനെ കൊച്ചിയിലോട്ട് മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ വരുന്നോ അതോ ആരെങ്കിലും സഹായത്തിന് കൊണ്ടുപോകണോ എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ ഇക്കാലത്ത് പറഞ്ഞു, നമുക്ക് പോവാം, സഹായത്തിന് ആളെ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് പോവാം, അവിടെ ചെന്നിട്ട് നോക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു 6 to 7 months ആയിട്ട് എനിക്ക് പിള്ളേരെ കാര്യമൊക്കെ നോക്കാനൊരു ചേച്ചി ഉണ്ടായിരുന്നു. എന്തിനും ഏതിനും എനിക്ക് ചേച്ചി അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ സുഖിച്ച് ജീവിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇക്ക അടുത്ത ദിവസം തൊട്ട് ഓരോരുത്തരും അന്വേഷിച്ചു തുടങ്ങി. 1-2 പേരൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനൊന്ന് നോക്കട്ടെ, കുറച്ചൊരു 10 ദിവസം ഞാൻ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആവശ്യമെങ്കിലും നിങ്ങളെ അറിയിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളിപ്പോൾ താമസമായിട്ട് 1.5 മാസം കഴിഞ്ഞു. ഓരോ ആഴ്ചയും ഓരോ ചലഞ്ചസാണ്. കാരണം ആദ്യത്തെ 2 ദിവസം ഇക്കാക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഡ്യൂട്ടിക്ക് കയറിയാൽ മതി. അപ്പോൾ ഇക്കാക്ക് കുറച്ചുകൂടി കുട്ടികളെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞുള്ള 1 വീക്ക് റയയ്ക്ക് ക്രിസ്മസ് ഹോളിഡേയ്സിൻ്റെ സമയമായിരുന്നു. അതുകൊണ്ട് റയ 1 വീക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ 1 വീക്ക് കഴിഞ്ഞ് റയ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് റേസും ഉണ്ടായിരുന്നു. റേസും സൈമും കൂടി ഞാൻ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇവരെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ അവരുടെ ഒരാളെ എടുക്കുമ്പോൾ മറ്റേ ആളും എടുക്കണമെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയുള്ള കൊച്ചു നേരം പോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റേസും കൂടി പ്ലേ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനും സൈമും മാത്രമായി. റേസ് വരുമ്പോൾ പിന്നെ സൈമു ഉറക്കമാണെങ്കിൽ റേസിനൊക്കെ ഫീഡൊക്കെ ചെയ്ത് അവനെ ഉച്ചയ്ക്കൊന്ന് കിടത്തി ഉറക്കുമ്പോഴത്തേക്ക് സൈമു എഴുന്നേറ്റ് വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളി ഒരു പ്ലാൻ ചെയ്താണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ചില ദിവസങ്ങളിലൊക്കെ എനിക്കും ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ഒന്ന് ഉച്ചയ്ക്കൊക്കെ മയങ്ങും. അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാം നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരും. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരും. പിന്നെ ആഴ്ചയിലേക്കുള്ള മീൽ പ്ലാൻ എല്ലാം നേരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിൻ്റെ തന്നെ ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്ത് വെക്കും. പിന്നെ തലേ ദിവസം തന്നെ പിറ്റത്തേക്ക് കൊണ്ടുപോകാനുള്ള ചോറ് അരി വേവിച്ചൊക്കെ ഇടും. പിന്നെ പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെക്കും. പിന്നെ തേങ്ങ ചിലപ്പോൾ ഞാൻ രാവിലെ ആയിരിക്കും തിരുകുന്നത്. ഇതുവരെ തേങ്ങയൊന്നും വാങ്ങിയില്ല. തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ തിരികെ എടുക്കും. ഞാൻ നാട്ടിൽ നിന്നൊരു തിരികുന്ന ടൈപ്പ് ഒരു സ്റ്റൂളൊക്കെ ഉള്ളൊരു ചിരവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുക്കളയിൽ ഒരു കുഞ്ഞടുക്കളയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് എല്ലാം ഈസിലി ആക്സസബിളായ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ചെയ്താൽ മതി. ഇതിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ സൈമൊക്കെ ഒന്ന് എണീക്കും. എന്നാലും കുഴപ്പമില്ല, ഇക്ക നോക്കും. പക്ഷെ കൂടുതൽ സമയവും ഞാൻ ഈ കിച്ചണിൽ കയറുന്ന സമയം നേരം വെളുത്ത ശേഷമുള്ള സമയം പിള്ളേർ കുറച്ച് ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ രാവിലെ റയാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് റേസ് പോവും. ഇപ്പോൾ റേസ് പോകുന്ന സമയത്ത് ഇവിടെ കുറച്ച് തിരക്കാണ്. അവന് നിർബന്ധം അങ്ങനെ ഇല്ല, എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ചെറിയ നിർബന്ധമാണ്. ആ സമയത്ത് തന്നെ സൈമ് ഉണർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇക്കാടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഇക്കാക്ക് 9:30 അല്ലെങ്കിൽ 9:45 ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയാലും മതി. പിന്നെ ഇവരെല്ലാവരും വരുമ്പോൾ ഒരു നേരമാണ്. റയ വരുമ്പോൾ 4 മണി കഴിയും. ഇക്ക വരുമ്പോൾ ചിലപ്പം 6:30 അല്ല, ഒരു 7-7:30 ആവും. പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ ഇരിക്കും. ചിലപ്പം ഇവർ വന്നതിന് ശേഷമായിരിക്കും ഞാൻ രാത്രിത്തേക്കുള്ള ഫുഡ് എന്തെങ്കിലും ആക്കുന്നത്. ഇവർക്ക് ചോറൊന്നും ആരും രാത്രി കഴിക്കത്തില്ല. അപ്പം നെക്സ്റ്റ് ഡേയിലേക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് പറക്കിയൊക്കെ വെക്കും.
അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ ചായ കുടിക്കുന്ന സമയമാണ്. അങ്ങനെ അതാ റേസു പ്ലേ ക്ലാസ്സിൽ പോകാനായിട്ട് ഇറങ്ങി. പിന്നെ ഇക്കായും കാപ്പിയെ കുടിച്ച് പോയി. ഞാനങ്ങനെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയം സൈമു നല്ല ഉറക്കമാണ്. ഇത് ഞങ്ങളുടെ ഹോളാണ്. സൈമുവിൻ്റെ മാറ്റാണ് തറ കിടക്കുന്നത്. ഇതിനകത്ത് സൈമുവിൻ്റെ ആണെങ്കിലും എല്ലാവരും അതിനകത്ത് ഇരിക്കാനും കിടക്കാറും നടക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന് പൊടിയടിച്ചു. കാരണം മക്കൾ അധിക സമയം അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സിനിമയോ എന്തെങ്കിലും ടി വിയിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നും കാര്യങ്ങൾ. വലിയൊരു സ്ട്രെസ്സായിട്ട് തോന്നില്ല. അപ്പോൾ സൈമൂൻ്റെ ഉറക്കത്തിൻ്റെ സമയം അനുസരിച്ചാണ് ക്ലീനിങ് സമയം എടുക്കുന്നത്. അവൻ പെട്ടെന്ന് എണീക്കുവാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒതുക്കി പറ്റുന്ന പോലെയൊക്കെ ഒതുക്കി ഇറക്കും. അല്ലാത്ത പക്ഷം ഞാൻ കുറച്ച് സമയം എടുത്ത് തന്നെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇന്നിപ്പം അവൻ കുറച്ചധികം നേരം ഉറങ്ങിയത് കൊണ്ട് ഞാനത് അവിടെ എല്ലാം ക്ലീൻ ചെയ്തിടുകയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രഷില്ലേ, അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു വൈറൽ പ്രോഡക്റ്റ് ആയിരുന്നു. ബ്രഷ് നമുക്ക് പറയാൻ പറ്റത്തില്ല, വൈപ്പറിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ കോർണറും ഒക്കെ നമുക്ക് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയാൻ പറ്റും. മുടിയായാലും അതുപോലെ പൊടിയായാലും ഒക്കെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ശരിക്ക് പൊടിയൊക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ റേസു പ്ലേ ക്ലാസ്സും തിരിച്ചു വന്നു. പിന്നെ റേ വന്നതിന് ശേഷമുള്ള യോഗ ക്ലാസ്സസ് ആണ് ഈ നടക്കുന്നത്. റേയ്ക്ക് സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് അവൾ ചൂസ് ചെയ്തേക്കുന്ന യോഗയാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര താല്പര്യമാണ്, ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ വന്നാലും അവൾ ഇതുപോലെ ടി വിയിൽ വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് തനിയെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് കൂടി ചെയ്യിപ്പിക്കുകയാണ്. അവൻ ഉദ്ദേശിക്കുന്ന കുരുത്തക്കേട് ഇങ്ങനെയൊന്നുമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കുരുത്തക്കേടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവൻ ട്രൈ ചെയ്യും, പിന്നെ അവൻ കളഞ്ഞിട്ട് പോവും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. പോകുമ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. വീട്ടിലാക്കിയിട്ട് പോകാനും പറ്റത്തില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പോവും. മക്കളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കറങ്ങിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് അവർക്ക് ക്ഷീണമായി, പിന്നെ വിശപ്പായി, നടക്കാൻ വയ്യ, പിന്നെ എടുക്കണം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പ്രാമ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഒന്നെങ്കിൽ സെയിമോ അല്ലെങ്കിൽ റേസു, ഇവരാരെങ്കിലും ഒരാൾ അവിടെ ഇരുത്തും. ഇപ്പം ഞങ്ങൾ പുറത്തൊന്ന് ഫുഡ് കഴിക്കാനുള്ള വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റേസു ആണെങ്കിൽ പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവനാകെ കഴിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് മാത്രമാണ്. പിന്നെ ബിസ്ക്കറ്റ്, കേക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ പുറത്തുനിന്ന് കഴിക്കും. അല്ലാതെ അവന് പുറത്തുനിന്ന് ആഹാരം ഭയങ്കര പണി. ഇതുവരെ ചിക്കനോ മുട്ടയോ അങ്ങനെ ഒന്നും അവൻ കഴിക്കത്തില്ല. ചോറ്, കഞ്ഞി, ഓട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും. അപ്പം കഴിക്കും, പക്ഷേ ദോശയോ അങ്ങനെയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് എന്നെ എപ്പോഴും ഉപ്പച്ചി വഴക്ക് പറയും, അവനൊന്നും കൊടുത്ത് പഠിപ്പിച്ചില്ല, ശീലിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ശീലിക്കുന്നത് മാത്രമല്ല, അവനത് കഴിക്കാൻ താല്പര്യമില്ല. അവൻ കഴിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് പോലും പിന്നെ കഴിക്കത്തില്ല. ആ നേരത്തെ ആഹാരമേ ഒഴിവാക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിക്കാറുമില്ല. അങ്ങനെ അതാ പുറത്ത് പോയിട്ട് വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ പാക്കറ്റിൽ ഇരിക്കുന്നതൊക്കെ കൂടി ഒന്ന് നമ്മുടെ സ്റ്റോറേജ് ബോക്സസിലൊക്കെ ആക്കാനുണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ നടക്കുകയാണ്. ഞാനിപ്പം എടുത്തേക്കുന്ന പാക്കറ്റ് ഉണ്ടല്ലോ, അത് പുട്ടുപൊടിയാണ്, അജ്മിയുടെ പുട്ടുപൊടിയാണ്. സത്യം പറഞ്ഞാൽ പുട്ടും ഞാനും തമ്മിലുള്ള ബന്ധം അത്ര ശരിയല്ല. കാര്യം എനിക്ക് പുട്ട് ഇഷ്ടമാണ് കഴിക്കാനൊക്കെ, പക്ഷേ എനിക്ക് പുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുഴച്ച് വരുമ്പോൾ കുറച്ച് കട്ടി കൂടി പോകും. ഉണ്ടാക്കി വരുമ്പോഴായാലും കുഴയ്ക്കുമ്പോഴായാലും കട്ടക്കട്ടായിരിക്കും. അങ്ങനെ അതൊരു പരുവമല്ല പുട്ടിൻ്റെ. പക്ഷേ ഈ അജ്മിയുടെ പുട്ടുപൊടി എനിക്ക് മുന്നേടെ വാപ്പിയാണ് പറഞ്ഞു തന്നത്. വാപ്പി എന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത് ഉപയോഗിച്ച് നോക്ക്, അടിപൊളി പ്രോഡക്റ്റാണ്, അവർ വീട്ടിൽ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനും ഒരു പാക്കറ്റ് വാങ്ങിച്ചു വന്നു. എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായില്ല, കാര്യം പുട്ടും ഞാനും തമ്മിൽ ശരിയാവില്ലല്ലോ. പക്ഷേ ഞാൻ ഈ പുട്ടുപൊടി യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, എൻ്റെ പുട്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല A-ക്ലാസ് പുട്ടാണ്. അപ്പം ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ. ഇപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും പുട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അതായത് ഈ പരുവത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ സാധനം മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഇങ്ങനെ തരി പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് കുഴച്ചാൽ. നമുക്ക് തന്നെ അറിയാം, ഒരു പരുവം നമുക്ക് തന്നെ മനസ്സിലാവും യൂസ് ചെയ്യുമ്പോഴത്തേന്. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾ അടിപൊളി സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ നിറയ്ക്കുന്ന സ്റ്റോറേജ് ബോക്സ് ഉണ്ടല്ലോ, അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് വളരെ അഫോർഡബിൾ പ്രൈസിന് എനിക്ക് 12 എണ്ണത്തിൻ്റെത് കിട്ടി. അത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയലെങ്കിലും ഒത്തിരി സാധനം അതിനകത്ത് കൊള്ളും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ രാത്രി തന്നെ ഞാൻ അരിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചു. സെയിം ടൈം തന്നെ ഞാൻ അരി കുതിരാനും വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കടല ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുക്കറിലാക്കി രാത്രി തന്നെ അത് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് പണികളൊക്കെ രാത്രി ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസത്തേക്കുള്ളത് കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ സമയം കിട്ടുന്ന പോലെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും
പിന്നെ കുഞ്ഞുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പം കറി ആക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ചതച്ചെടുത്താൽ മതി. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എളുപ്പപ്പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കിച്ചണിൽ കയറി അധികം സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് ജോലി ഒതുക്കാൻ പറ്റും. പിന്നെ എനിക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് അപ്പത്തിന് അരിയൊക്കെ ആട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇവർക്ക് കൊണ്ടുപോകാൻ മെയിനായിട്ട് ഒരു തോരനോ ഒരു വിഴുക്കോ പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൈ. അതിപ്പം ഫിഷ് തന്നെ വേണമെന്നൊന്നുമില്ല, വെജിറ്റബിൾ തന്നെ ഞാൻ വെണ്ടയ്ക്കയോ അല്ലെങ്കിൽ പാവയ്ക്കോ ഒക്കെ വറുത്ത് കൊടുത്തു വിടാറുണ്ട്. ഞാൻ തീരെ മീൻ കഴിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ വാങ്ങിക്കാറുമില്ല. എനിക്ക് ക്ലീൻ ചെയ്യാനും അറിയത്തില്ല, വെക്കാനും അറിയത്തില്ല. അതുകൊണ്ട് ആ പണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് മീൻ ക്ലീനാക്കി മസാലയൊക്കെ തേച്ച് വറുക്കാൻ പാകത്തിനാക്കി കൊണ്ടുവരും. അപ്പോൾ അതും ഞാൻ ഇവർക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു വിടാറുണ്ട്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത ഫിഷ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ മസാലയൊക്കെ തേച്ച് വറുത്ത് അവർക്ക് ലഞ്ച് ബോക്സ് ഇല്ലാത്ത കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ബോക്സ് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, അതും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മക്കൾക്ക് എന്താണ് ഞാൻ മീൻ കൊടുക്കാത്തത്, അവരെ നിന്നെ പോലെ ആക്കി എടുക്കുവാണോ, മീൻ കൂട്ടാതെ എങ്ങനെയാണ് പിള്ളേർ ചോറ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ മീൻ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം റയ മീൻ കൂട്ടുന്ന ഒരാളാണ്. റേസു തീരെ കഴിക്കത്തില്ല. അവന് മീൻ ചേർത്ത് നമ്മൾ ചോറിൽ മീൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ദിവസം ആ ചോറേ കഴിക്കത്തില്ല. അപ്പം ഞാനങ്ങനെ അവനെ നിർബന്ധിക്കുന്നില്ല. 2-3 വട്ടമൊക്കെ എനിക്കറിയാം വെറുതെ ആഹാരം സ്കിപ്പ് ചെയ്ത് കളയണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാനവന് കൊടുക്കാത്തത്. മേ ബി എന്നെ പോലെ അവനും ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് നീ ഈ മക്കളെ ഇട്ടുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ അവർക്ക് കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ ശരിക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് കൊച്ചി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.